കസാക്കിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു. ജൂലൈ 29 ഹയാത്ത് റീജൻസി തിരുവനന്തപുരം, ജൂലൈ 31 റാഡിസൺ ബ്ലൂ എറണാകുളം, ഓഗസ്റ്റ് 2 ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9001900156 8000800120. കുയിലേ കാതിലിടാനൊരു കാൽപ്പവൻ പൊന്നു തരാമോ? കൊള്ളാം. സ്വന്തമായിട്ടൊരു കൂടില്ലാത്ത അന്യന്റെ കൂട്ടി കയറി മുട്ടയിടുന്ന ദാരിദ്ര്യം പിടിച്ച കുയിലിനോട് പറയാ കാപ്പവൻ പൊന്നു തരാമോന്ന്. എന്തൊരു പാട്ടുടെ ഇത്. അല്ല, ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ എന്റെ ഭർത്താവും കുയിലും ഒരുപോലെയാ. കാപ്പവൻ പൊന്നു തരുമോ ചേട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൽപാദം കാണിച്ചു തരും. അപ്പൊ നമ്മൾ എന്തോ വേണം, നമ്മൾ അതിനനുസരിച്ച് നിക്കണ്ടേ? ദിനേശേട്ടാ, ദിനേശേട്ടാ, ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? എന്താ മോളെ? എനിക്ക് 1000 രൂപ തരാവോ? എന്തിന്? അതെനിക്ക് ഈ കുടുക്കയിൽ ഇട്ട് വെക്കാനാ. തരാവോ? എടുത്തോ. വേണ്ട, ഞാൻ എടുത്തു തരാം. യോ, താങ്ക് യു. ഇന്ന് ഓഫീസിൽ പോണോ? പോണെന്ന് പറഞ്ഞാ പോരെ, ഇത്രയും ചൂടാവണം എന്തിന്? ഞാൻ അങ്ങനെയാ, എന്റെ ഭർത്താവിന്റെ അടുത്ത് ചോദിച്ചിട്ടേ ഞാൻ എന്തും ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര കുറ്റബോധ. വേണ്ട, ഇതൊക്കെ കൊണ്ട് നിങ്ങൾ ചെയ്യല്ലേ, അടി മേടിച്ചു കേട്ടും. ഞാൻ പിന്നെ ഇവിടെ നിന്ന് മെഴുകി ശീലായി, അതുകൊണ്ടാ. എഞ്ചുവടിയോ? എഞ്ചുവടിന്നല്ല, എന്തുവാടിന്ന്. ഒന്നുമില്ല, ഞാൻ മോഹിനി ചേച്ചിയുടെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, 1 2. മോഹിനി, നീ ഒന്ന് പറയും, എവളത് 9 മറ്റുള്ളവരൊക്കെ പറയും. എന്തിനാ വെറുതെ വിഷയം ഉണ്ടാക്കി വെക്കുന്നത്? അല്ല, അതൊക്കെ പോട്ടെ. ദിനേശ് ചേട്ടാ എവിടെ പോകുന്നു? ഞാൻ തുണി എടുക്കാൻ പോകുന്നു. എന്നാ എനിക്കൊരു കാഞ്ചീപുരം പട്ടുസാരി. ടെറസിന്റെ മുകളിൽ കാഞ്ചീപുരം തൊട്ട് സാരി ഉണ്ട്. ടെറസിന്റെ മുകളിൽ പോവാണോ? ആ, ഉണങ്ങിയ തുണി എടുക്കാൻ പോകുന്നു. അതാണോ? എന്നാ ദിനേശ് ചേട്ടൻ പോയി എടുത്തിട്ട് വാ. ഏതായാലും ഞാൻ വന്നതല്ലേ, നീ പോയി എടുത്തോണ്ട് വാ. ദിനേശ് ചേട്ടൻ ആരാണോ കഴുകിയിട്ടെ അവരെടുക്കല്ലേ നല്ലത്. സമത്വത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ശരി, ഒരു കാര്യം ചെയ്യാം. ഇന്നത്തേക്ക് ഞാൻ വേണമെങ്കിൽ ടെറസിന്റെ മുകളിൽ തുണി എടുത്തിട്ട് വരാം. നാളെ ദിനേശ് ചേട്ടൻ ചെയ്യണം. ഒരു കാര്യം ചെയ്യും, നാളെ ഞാൻ എടുത്തോളാം. പക്ഷെ നാളെ നീ കഴുകിടണം. എന്നാ പിന്നെ എന്നും ഞാൻ തന്നെ ചെയ്തോളാം. അതാ നല്ലത്. പോയി എടുക്ക്. കല്യാണം കഴിക്കണ്ടായിരുന്നു പുല്ല്. പത്രം തുറക്കാൻ വയ്യ. അയ്യോ, ആരാ അടച്ചു വെച്ചേ? പോയില്ലായിരുന്നു. അല്ല, പത്രം തുറന്നു വെച്ചേക്കുന്നത്. ഇത് കണ്ടോ? ഇത് എന്തുവാ, മലയാള അക്ഷരല്ലേ? അതാണോ ഞാൻ പറഞ്ഞത്? പിന്നെ ഇത് കണ്ടോ? ഭാര്യയും ഭർത്താവ് 20 കൊല്ലം താമസിച്ചിട്ട് ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തിരിക്കുന്നു. എന്റെ പൊന്നെ, അവര് 20 വർഷയിലും താമസിച്ചില്ലേ? അന്നൊരു ദിവസം കർണാടകയിലെ ന്യൂസ് കണ്ടില്ലല്ലോ? കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം ഭാര്യയും ഭർത്താവും കൂടെ ഹണിമൂണിന് പോയി. എന്നിട്ട് ഭാര്യ കാമുകന് വിളിച്ചു വരുത്തി ഭർത്താവിനെതിരെ കൊട്ടേഷൻ കൊടുത്ത്. അങ്ങനെ ഭർത്താവിനെ വെട്ടി നുറുക്കി നുറുക്കി നദിയിലോട്ട് ഒഴുക്കി കളഞ്ഞു. ചേട്ടാ, ഇപ്പൊ ആരും വിശ്വസിക്കാൻ പറ്റത്തില്ല. ജ്യൂസിൽ വരെ കഷായം കലക്കുന്ന കാലവാ. അതിയടി തല കറങ്ങുന്നത് കേട്ടിട്ട് കുടിക്കാൻ എന്തെങ്കിലും ഒരു ഗ്ലാസ് ജ്യൂസ് എടുക്കട്ടെ? അത് പിന്നെ ഞാൻ ഈ ഫ്ലോയില് പറഞ്ഞു പോയതാ. കട്ടൻ ചായ എടുക്കട്ടെ? കട്ടൻ ചായ ഒന്നും വേണ്ട. അതെ, സമയമില്ല, എനിക്കിന്ന് ഭയങ്കര തിരക്കുള്ള ദിവസം. തിരക്കാണ്. എന്തോ ചേട്ടാ, എന്ത് പറഞ്ഞാലും തിരക്ക് തിരക്ക് എന്ന് പറയണേ. തിരക്കിന് പിന്നെ തിരക്കെന്നല്ല ചരക്കെന്ന് പറയാൻ പറ്റുമോ? കൈ പോയോ? കൈവിട്ട് പോയോ? ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ പറയല്ലേ, പൊങ്കാലയിടും. പിന്നെ ഞാൻ പോട്ടെ, നേരത്തെ ചെല്ലണമെന്നാ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പോയിട്ട് വരാം. അയ്യോ നിക്കേ, ചോറും പാത്രം കൊണ്ടുപോയില്ല. ഓക്കേ, അതിൽ 3 നേരത്തേക്കുള്ള ഭക്ഷണം ഉണ്ട്. 3 നേരത്തെ? രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം ഉള്ളത്. എന്നിട്ട് അത്രയും വെയിറ്റ് 3 കൂടെ ഒരെണ്ണത്തിനകത്താക്കിയോ? ഓക്കേ. 225 രൂപയെ? 100 രൂപ രാവിലെ ഭക്ഷണം കഴിക്കാൻ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ 100 രൂപ, ബാക്കി 25 രൂപ അല്ലേ? അത് 4 മണിക്ക് ചായ കുടിക്കാൻ. പിന്നെ രാത്രിയിലെ ഭക്ഷണം? രാത്രി പിന്നെ ചേട്ടൻ വരുമല്ലോ. അപ്പൊ നിനക്ക് ചപ്പാത്തിയും കറി നീ ഉണ്ടാക്കി തരുമോ? അല്ല, നമ്മൾ രണ്ടുപേരും കൂടെ പുറത്തു പോയി ഭക്ഷണം കഴിക്കും. നീ എന്തോടി കാണിക്കുന്നത്? ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, 2 വർഷമായി 3 വീട് മാറി മാറി വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്. ഇന്നേ വരെ അടുക്കള കയറി എന്തെങ്കിലും നീ ഉണ്ടാക്കുന്നുണ്ടോ? ഞാൻ കല്യാണത്തിന് മുമ്പേ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ. നീ പറയുന്നത് ലെജിബിൾ ആവുന്നില്ല. അത് വ്യക്തമായിട്ട് പറ. അങ്ങനെ വ്യക്തമാക്കി പറഞ്ഞാൽ നിങ്ങൾ പറയാ എല്ലാ ഭാര്യമാരും ഇതന്നെയാ പറയുന്ന ക്ലീശയാണ്. എന്നാ പിന്നെ പറഞ്ഞ എന്താന്ന്? ചേട്ടന് ഈയിടെ ആയിട്ട് ഒരു സ്നേഹവും ഇല്ല. അതാ ഞാൻ പറയാത്തെ. ചേട്ടന് ഒരു സ്നേഹവും ഇല്ല എന്നോട്. കരയല്ലേ മുത്ത്? നീ അങ്ങനെ കരഞ്ഞ് നാട്ടുകാരെ അറിയിച്ചു ഈ വീട് വാടകയ്ക്ക് മാറേണ്ട ഗതികേടാ വരുന്നത്. ഒരു സ്നേഹവും ഇല്ല. നീ എന്റെ മുത്തല്ലേ, എന്റെ ചക്കരയല്ലേ? അപ്പൊ അമൃത അഞ്ജലി ഒക്കെയോ?
ജസ്റ്റ് ഫ്രണ്ട്. ജസ്റ്റ് ഫ്രണ്ടോ? ജസ്റ്റ് ഫ്രണ്ട്. എന്നാ ഫ്രണ്ട്സ് അല്ല, അവരൊക്കെ എന്റെ ഫേക്ക് ഐഡിയ. ഫേക്ക് ഐഡിയ എന്നല്ലേ? ഞാൻ അവർക്ക് വേണ്ടി കൊടുത്ത എല്ലാ ഇഷ്ടങ്ങളും അപ്പം ശരിക്കും അവർക്കല്ലല്ലോ പോയത്, അത് കറങ്ങി നിനക്കല്ലേ വന്നത്. അപ്പൊ ഞാൻ ശരിക്കും നിന്നെയല്ലേ ഇഷ്ടപ്പെട്ടത്? അത് ശരിയാണ്. അയ്യോ അത് ശരിയാ. അയ്യോ ദിനേശ് ചേട്ടാ, ഇന്നത്തെ ദിവസത്തിന് വലിയൊരു പ്രത്യേകത ഉണ്ട്. പക്ഷെ അത് ഞാൻ പറയത്തില്ല, പിന്നെ പറയത്തുള്ളേ. അതുകൊണ്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? സമയമില്ല, ഞാൻ എന്നാ പോയിട്ട്. പിന്നെ ഒരു ഹോസ്റ്റലിലെ സുന്ദരികളായ പെൺകുട്ടികള്, അവരുടെ കൂട്ടത്തിൽ ഞാനും ഇരിക്കുന്നുണ്ടേ. അപ്പൊ ചേട്ടൻ ആരെ സെലക്ട് ചെയ്യും? സംശയം നിന്നെയല്ലേ സെലക്ട് ചെയ്യുന്നേ? എന്നാ ചോദ്യം അതല്ല, ചേട്ടൻ എന്തിനാ ആരും ഇല്ലാത്തപ്പോ ലേഡി ഹോസ്പിറ്റലിൽ ഒന്ന് കയറിയത്? അതെന്തിനാ കയറിയത്? അതെനിക്കറിയണം. ആ ലേഡീസ് ഹോസ്റ്റൽ നീ ഇല്ലേ? ഉണ്ട്. അപ്പം നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞു പെണ്ണ് നിന്നെ കേട്ടായ ചേട്ടൻ പോവാണോ? ഒരു ചോദ്യം കൂടെ. എടി മോളെ, ജോലിക്ക് പോവണ്ടേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തിനാ ചേട്ടൻ അങ്ങനെ പണിക്ക് പോണത്? അയ്യോ, പണ്ടൊക്കെ ഞാൻ പെട്രോൾ അടിച്ചോണ്ടല്ലേ പണിക്ക് പോയിക്കൊണ്ടിരുന്നേ. ഇപ്പൊ പെട്രോൾ അടിക്കാൻ വേണ്ടി ജോലിക്ക് പോകേണ്ട അവസ്ഥയാ. അത് ശരിയാ, എന്നാ പോയിക്കോ. ശരി. അയ്യോ പെട്രോളിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, ഞാൻ വെളിച്ചെണ്ണ മേടിക്കാൻ വേണ്ടി ഇന്നലെ ഒരു 100 രൂപ തന്നായിരുന്നല്ലോ, അതെവിടെ? അയ്യോ, ഞാൻ വാങ്ങിച്ചു വിട്ടുപോയി. ഇവിടെ ഇതോ വെളിച്ചെണ്ണയോ വാങ്ങിച്ചേ? എവിടെ? കൊള്ളാ കണ്ടാ? 100 രൂപയ്ക്ക് ഇത്രയും വെളിച്ചെണ്ണ? എന്നോടുള്ള പരിചയം കൊണ്ട് ഇച്ചിരി കൂടുതൽ തേച്ച് തന്നതാ. മീൻ എടുക്കുക, തൊടുക, പൊരിക്കുക. മീൻ എടുക്കുക, തൊടുക, പൊരിക്കുക. സൂക്ഷിച്ചു വെച്ചോ. ചിട്ടി പൈസ തന്നില്ല. ചിട്ടി പൈസ ആ ഉടുപ്പിന്റെ പോക്കറ്റിലോണ്ട് എടുത്തോ. 1000 രൂപ ചിട്ടിക്കായിരുന്നു, വെറുതെ മോഷ്ടിച്ചു. അയ്യോ ഈ ചെറുക്കനെ കാണുന്നില്ലല്ലോ. ഈ മനുവിനെ കൊണ്ട് ഞാൻ തോറ്റു. സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞാൻ അവനെ ഏൽപ്പിച്ചതായിരുന്നു. ഹലോ മണക്കൂസേ? എടി മനു കേസ് എന്ന് വിളിയടി ഒന്ന്. രണ്ടും കണക്ക് തന്നെ. നീ എവിടെ എത്തി? എടാ വേഗം പാടാ, ചേട്ടൻ പോയി. നീ ഒന്ന് ഫോൺ വെച്ചാ ഞാൻ അവിടെ എത്താറായി. ശരി. ഇത് കാനൊന്നുമില്ലല്ലോ. അതല്ല, നീ എന്നെ ഏൽപ്പിച്ച ജോലിയില്ലേ, അത് കാരണം എന്റെ തലയ്ക്ക് ഭയങ്കര കനം, ഒരു നിവൃത്തിയില്ല. എടാ നിനക്കറിയല്ലോ ദിനേശ് ചേട്ടന്റെ പിറന്നാളാ നാളെ. അപ്പൊ ഇന്ന് രാത്രി 12 മണിക്ക് ദിനേശ് ചേട്ടനോട് സർപ്രൈസ് കൊടുക്കണം. പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇടി ആ സർപ്രൈസ് കൊടുക്കാനല്ലേ നിന്നെ മുറച്ചെറുക്കനായ ഞാൻ ഓടിപ്പാഞ്ഞ് ഇവിടെ വന്നത്. എടാ ഫോട്ടോ ഒക്കെ റെഡി ആണല്ലോ? ഫോട്ടോ റെഡി ആണെന്ന് എന്തോന്ന് ചോദ്യം. 1.5 മാസം കൊണ്ട് ആ ഫോട്ടോയുടെ പുറകിലല്ലേ ഞാൻ. അത് മതി. ഫോട്ടോ കാണുമ്പോ ദിനേശ് ചേട്ടൻ കോരി തരിക്കണം. അയ്യോ, അങ്ങനെയാണെങ്കിൽ അത് മാറ്റി ഷക്കീലയുടെ പടം വരയ്ക്കണമല്ലോ. കോരി തരിക്കാൻ അതാണോ ഞാൻ പറഞ്ഞേ? ദിനേശ് ചേട്ടന്റെ അച്ഛനമ്മയൊക്കെ ചെറുപ്പത്തിലേ മരിച്ചു. അപ്പൊ അച്ഛനും അമ്മ ഇപ്പുറത്ത് നിന്ന്, ദിനേശ് ചേട്ടൻ നടുക്ക് നിന്ന് നല്ലൊരു ഫോട്ടോ. അങ്ങനത്തെ ഫോട്ടോ അല്ലേടി ഞാൻ വരച്ച് വെച്ചത്. എവിടെ? തുളുമ്പിണ്. അയ്യോ തുളുമ്പിട്ട് ചരിക്കല്ലേ? അങ്ങനെ തുളുമ്പണ നല്ല പറഞ്ഞത്. ജീവൻ തുളുമ്പിണ് ഞാനല്ലേ വരച്ചത്. ജീവൻ തുളുമ്പണം, അല്ലെങ്കിൽ നീ ഇവിടെ കടന്ന് തുളുമ്പും. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്റെ ദൈവമേ. കിടുക്കി. ഞാൻ കൊറേ കാലത്ത് ആഗ്രഹമായിരുന്നു ചേട്ടൻ ഒരു സർപ്രൈസ് കൊടുക്കണോന്ന്. അത് തന്നെ, നീ നിന്റെ ഭർത്താവിന്റെ ബർത്ത്ഡേക്ക് അദ്ദേഹം അറിയാതെ ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ നിങ്ങൾ രണ്ടുപേരും അറിയാതെ ഒരു സർപ്രൈസ് അങ്ങോട്ട് തന്നാലാ? എന്ത് സർപ്രൈസ്? എടി കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി 3 മണിക്ക് രണ്ടുപേരും കൂടെ നേരെ വിട്ടോളണം ഊട്ടിക്ക്. എന്റെ ചെലവ്. ഊട്ടിക്കാ? ദൈവമേ, അപ്പൊ ഈ ഊട്ടി യാത്ര കൊണ്ട് ഞാൻ വൈറലാവും. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 2 കൊല്ലം. ഇതുവരെ വൈറലായില്ലേ? എടി മ്യൂസിക്കും പാട്ടും ഡാൻസ് ഒക്കെ ചെയ്ത് ഫേസ്ബുക്കിലിട്ട് വൈറലായില്ലേ? എനിക്ക് റീൽസ് ഒക്കെ ചെയ്ത് വൈറലാവണമെന്നുണ്ട്. പുള്ളിക്ക് അതിനെ പറ്റി വല്ല ചിന്തയുണ്ടോ? ഓണം, വിഷ്ണു അല്ല വിഷ്ണു അല്ലടാ, അതെന്തോ വിഷു. വിഷു ഒക്കെ വന്നാലും പുള്ളിക്ക് അതിലൊന്നും ഒരു വിശ്വാസം ഇല്ലടാ. അതല്ലേ ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത്. പുള്ളിക്ക് ഒരു ഫീലിങ്സും ഇല്ലെന്ന് ഇതിലൊന്നും. എടി അങ്ങേർക്ക് ഫീലിങ്സ് ഇല്ലാത്തതുകൊണ്ടല്ലേ എന്നെ വിളിച്ചു വരുത്തിയത്. ദിനേശ് ഏട്ടാ അറിയാതെ മനു നീ ഇവിടെ വാ എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഗുട്ടൻസ് പിടികിട്ടി. മനസ്സിലായില്ലേ? എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. യവനെന്തിനാ ഇവിടെ വന്നത്? ഇതിന്റെ പ്ലാനും പദ്ധതിയും പറ. എന്റെ പ്ലാൻ എന്താന്ന് വെച്ചാൽ ഈ സംഭവം കഴിയുന്നത് വരെ ചേട്ടൻ ഒന്നും അറിയരുത്. എന്റെ ഭർത്താവിന് നല്ലൊരു ഷോക്ക് കൊടുക്കണം. ഷോക്ക് കൊടുക്കാനുള്ള സാധനം അല്ലേ കൊണ്ടുവന്നേക്കണത് ഞാൻ. അപ്പൊ കറണ്ട് അടിപ്പിച്ച് കൊല്ലാനാണ് പ്ലാൻ അല്ലേ? രാത്രി 12 മണിയാവുമ്പോ ഞാൻ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യും. അപ്പൊ നീ ഇങ്ങോട്ട് വന്നേക്കണം. അപ്പൊ ഒളിച്ചോടാനാണ് പ്ലാൻ.
ഇരുട്ടത്ത് പോയ ആരും കാണത്തില്ലെന്ന് കരുതിയോ? 12 മണിക്ക് ദിനേശ് അളിയൻ കതവ് തുറന്ന് വെളിയിൽ ഇറങ്ങി വരുമ്പോ ഒരെണ്ണം അങ്ങോട്ട് പൊട്ടിച്ചാലാ. ഒരെണ്ണോ? എടാ പൊട്ടിക്കുമ്പോ 2-3 പൊട്ടിക്കണ്ടേ? അവനിച്ചിരി മനസാക്ഷി ഉണ്ട്, ഒന്നേ ഉള്ളൂ. അവള് പറയുന്ന കേട്ടോ, 2 വർഷം കൂടെ കഴിഞ്ഞോളാം ദുഷ്ട കടിക്കണം. കട്ട് ചെയ്ത് കഴിഞ്ഞാ ചെറി ഞാൻ എടുക്കും, ആർക്കും തരൂല. അയ്യേ, എവനെന്തിനാ എന്റെ ബീഡിക്കറ പറ്റിയ ചിറി? പിന്നെ ഇവിടുത്തെ കംപ്ലീറ്റ് വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ റീൽസ് ഇറക്കുന്നു, അവിടെ അടിച്ച് പൊളിക്കുന്നു. അവിടുന്ന് പിന്നെ ഞാൻ അങ്ങോട്ടാ ഷൂട്ട് ചെയ്ത് റീൽസ് ഇടുന്ന ഇത്രയും നാടകട്ട് കുടുംബത്തിൽ നിന്നല്ലോ ഈശ്വര ഞാൻ കെട്ടിയത്. കേക്ക് കട്ടിയാലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ സമയമില്ല. വെളുപ്പിന് 3 മണിക്ക് ഊട്ടിക്കുള്ള ട്രെയിൻ പിടിച്ചോളണം, വിട്ടോളണം. പിന്നെ ഞാനത് ചെയ്യാതിരിക്കുവോ? ടിക്കറ്റ് നമ്മുടെ കയ്യിൽ ഇരിക്കുവല്ലേ? അത് ശരി, ഊട്ടിക്ക് പോവാണ് രണ്ടു കൂടെ. ഞാൻ വെച്ചു കൊടുക്കാം. ഞാൻ ചെന്ന് വിളിച്ചിരിക്കാം. ഒരു കാര്യമല്ലേ, ഒരു കാര്യം ചെയ്, നീ എന്തായാലും ഇപ്പൊ പൊക്കോ, നീ വരണ്ട. ആരാടി ഒരു താളമില്ലാതെ ചുമക്കണത്? അയ്യോ, അതാ ശബ്ദം കേട്ടിട്ട് ദിനേശ് ചേട്ടനെ പോലെ ഉണ്ടല്ലോ. ദിനേശ് ചേട്ടനാണോ? ദിനേശ് വീടി വലിച്ച വേറെ ആരെങ്കിലും ആണോ ചുമക്കണത്? ദിനേശ് ചേട്ടൻ ഇപ്പോൾ എന്താ ഇവിടെ അപ്രതീക്ഷമായിരിക്കുന്നല്ലോ? ലൈഫുള്ള അഭിനയം. ഞാനിപ്പോ ഇവിടെ വരണ്ടായിരുന്നു അല്ലേ? അല്ല ദിനേശ് ചേട്ടാ, മനുവിന് മനസ്സിലായില്ലേ? ആതിരയുടെ മുറച്ചെറുക്കൻ മനു എപ്പോ വന്നു? ഞാൻ കൊറേ നേരമായി. ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. ടൈമിങ് തെറ്റി 2 കൂടെ കിടന്ന് കളിക്കണ്ട. അല്ല, എപ്പോഴും വന്നു? സാധാരണ ഇങ്ങോട്ടൊന്നും കാണുന്നതല്ലല്ലോ. അതെന്താന്നറിയാളിയാ, എന്റെ അമ്മൂമ്മ പെട്ടെന്ന് അങ്ങ് മരിച്ചു. എന്തായിരുന്നു അസുഖം? പെട്ടെന്ന് മരിച്ചോണ്ട് ചോദിക്കാൻ പറ്റിയില്ല. തമാശ പറഞ്ഞ ആദ്യമേ എന്നെ കൊല്ലുക എന്നുള്ളതാണ് ഉദ്ദേശം. അളി എന്താ ഉദ്ദേശിച്ചത്? ഒന്നുമില്ല. ഏതായാലും മനു വന്നതല്ലേ, 2 കീറിയാലോ? വിറവാ? അല്ല, 2 കീറിയാലോ? എന്തൊരു അത്ഭുതം! കൂട്ടുകാരൊക്കെ വിളിച്ചിട്ടേ കഴിക്കാടാ വാടാന്ന് പറയുമ്പോ പുള്ളി ചെല്ലത്തില്ല. ഇപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് പറയുന്നു കഴിക്കാന്ന്. അതെ, നീ അകത്ത് പോയി സ്നാക്സ് എന്തെങ്കിലും എടുത്തോണ്ട് വരാമോ? എടുത്തോണ്ട് വരാം. ഞാൻ കീറിക്കോളാം. അല്ല, 2 കീറാൻ വേണ്ടി കൊടുക്കും. ഈ ദിനേശ് ചേട്ടൻ ഒരു തമാശ. എനിക്ക് മുട്ടി ഇരിക്കണളിയാ. എന്നാ പിന്നെ നീ ആ ബാത്റൂമിലോട്ട് പോയതല്ല. പറഞ്ഞില്ല മറ്റേ കീർണ. നീ അവിടെ ഇരിയടാ. മൈക്കിളോ? സൗണ്ട് മാറിയനെ മിറാക്കിളായിരുന്നു. ഇരടാ അവിടെ പൊങ്ങായി കുടിക്കാൻ വരുന്നു. തന്നാ പോരെ? അർത്ഥം വെച്ച് സംസാരിക്കണുണ്ട് കേട്ടോ. പിടിക്കേ. വെള്ളമൊന്നുമില്ല, പെട്ടെന്ന് കഴിച്ചോ. ഞാൻ കഴിക്കുന്നുണ്ടല്ലോ. ഞാനും കഴിക്കുന്നുണ്ട്. കഴിച്ചോ. നിനക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം എവിടാടാ? കളകളകളാന്ന് പറഞ്ഞ സ്ഥലമുണ്ടോ? കളകളാന്ന് പറയുന്ന സ്ഥലമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം ഊട്ടി. ഊട്ടി? അതെന്താ ഇത്ര ഊട്ടിയിലോട് നിനക്ക് ഇത്ര താല്പര്യം? ഊട്ടി അളിയൻ കഴിക്കില്ലേ? ഞാൻ കഴിക്കാം, നീ കഴിക്കേ. ഭയങ്കര തണുപ്പാണ് അളിയ. കോച്ചി ഇങ്ങനെ ഇരിക്കും നമ്മള്. അവിടെ പോകാനാണ് നിനക്ക് താല്പര്യം. നിനക്ക് വീടിക്കറയുള്ള ചിരി ഭയങ്കര ഇഷ്ടമാണല്ലേ? അങ്ങനെ സംസാരം ഉണ്ട്, നിനക്ക് ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് ആന്നടാ. ആ ടൈപ്പ് അല്ലേ? നീ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വരേണ്ട ഉദ്ദേശം എന്തായിരുന്നു? സൃഷ്ടി കൊണ്ടുവന്നത്. സൃഷ്ടിയല്ലടാ, സംഹാരം. നീ സൃഷ്ടിക്ക് വന്നു, ഞാൻ സംഹരിക്കാൻ വന്നു. എനിക്ക് മനസ്സിലാവില്ല. നിനക്ക് മനസ്സിലാകും. നിനക്ക് മനസ്സിലാകൂടാ. അളിയന്റെ ഫോട്ടോയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ചുമരിൽ കിടന്ന് തൂങ്ങി ആടാവുള്ളതാണ്. അതേടാ, ഞാൻ ചുമരി കിടന്ന് തൂങ്ങണ്ടതാ. എനിക്ക് മനസ്സിലായി. നീ എന്നെ തല്ലിക്കൊന്ന് ഇതിനകത്ത് വെച്ചിട്ട് നീ എന്റെ ഭാര്യയോട്ട് ഒളിച്ചോടി പോലടാ. എന്തോന്നളിയാ പറയണത്? മിണ്ടിപ്പോരുത്. നീ ഊട്ടിക്ക് പോകാൻ പോലടാ എന്റെ ഭാര്യ കൊണ്ട്. അമ്മയാണോ ഊട്ടിക്ക് പോകണേ? നീ ആതിര വരുന്ന കണ്ടോടാ. എവിടെ? അയ്യോ ദിനേശ് ചേട്ടാ, എന്താ ദിനേശ് ചേട്ടാ, എന്താ? അയ്യോ മനു, എന്താടാ? എന്തോ ദിനേശ് ചേട്ടാ, എന്തോ ചെയ്തേ? എന്താ കാര്യം പറ. നീ അവനെ വിളിച്ചോണ്ട് പോടി. എങ്ങോട്ട്? ഇറങ്ങടി. എങ്ങോട്ട്? 2 പേരും കൂടെ ഊട്ടി പോന്നില്ലടി. 2 വർഷം എന്നോട് താമസിച്ചിട്ട് നീ എല്ലാരും കൂടെ ചേർന്ന് എന്നെ ചതിക്കാനല്ലേ? എന്റെ പൊന്നു ദിനേശ് ചേട്ടാ, ഒന്ന് നിർത്ത്. നാളെ ദിനേശ് ചേട്ടന്റെ പിറന്നാളാണോ? ആ ദിവസം തന്നെ നിനക്ക് പോണോ? അയ്യോ അതല്ല, അതിനോ ഇന്ന് രാത്രി 12 മണിക്ക് ഒരു സർപ്രൈസ് തരാൻ വേണ്ടി. ഇതായിരുന്നു സർപ്രൈസ്. ഇത് നോക്ക്, ഇത് അറേഞ്ച് ചെയ്ത് വെച്ചതാ ഞങ്ങള്. എന്റെ അച്ഛന്റെ അമ്മയുടെ കൂടെ അളിയൻ ഇന്ന് വരെ ജീവിതത്തിൽ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടോ? അപ്പൊ ഇവളെ ആഗ്രഹം 2 പേരും കൂടെ ചേർത്ത് തീർത്തി ഒരു ഫോട്ടോ എടുക്കണം. അയ്യോ അച്ഛാമ്മ. അച്ഛാമ്മയല്ല, നക്ഷത്രമാ. നോക്കങ്ങോട്ട്. ചേട്ടനും ഞാനും കൂടെ ഊട്ടിക്ക് പോകാൻ വേണ്ടി അവൻ സർപ്രൈസ് ടിക്കറ്റും കൊണ്ടുവന്നതാ. അല്ലാണ്ട് നിങ്ങളെ 2 പേരെ പേരും ഉണ്ടായിരുന്നു. ഊട്ടിക്ക് നമ്മളായിരുന്നോ പോകുന്നത്? പിന്നല്ലേ മനു പോങ്ങോട്ട്. സോറി. അയ്യോ പറയല്ലേ, അത് തെറിയാവും. ഒരബദ്ധം ആർക്കായാലും പറ്റിപ്പോത്തില്ലയോ? മനുഷ്യനെല്ലാവർക്കും.
നിനക്ക് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. ഏതായാലും നീ വന്നതല്ലേ, നമുക്ക് ഈ സന്തോഷത്തിന് ഇവനെ കൊണ്ട് നമുക്ക് പുറത്തു പോയി നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? അങ്ങനെ പുറത്തു പോയി ഭക്ഷണം കഴിക്കണ്ട. ഇന്ന് മുതൽ ഞാൻ വീട്ടിലുണ്ടാക്കിക്കോളാം. എടാ നിന്റെ തല പൊളന്നാൽ എന്താടാ, എവള് വീട്ടിനകത്ത് കയറി ഭക്ഷണം ഉണ്ടാക്കാവുന്നു. അതൊരു മാറ്റമല്ലേ? എന്നാ പിന്നെ നിങ്ങൾ കൈ കഴിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. എന്നാ പിന്നെ നശിപ്പിച്ചു. അവൾ അറിയണ്ട. എനിക്ക് ഇപ്പോഴും ഒരു സംശയം. എന്തോന്നളിയാ? ബീഡിക്കറി പറ്റിയ ചിരി നിനക്കെന്തിനായിരുന്നു? ദിനേശേട്ടാ, ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.